ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണോ? ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. വലിയ ഹൈപ്പിടാനൊന്നുമില്ല, നിലമ്പൂരാണ് പോകുന്നത്. അല്ല, വലിയ ഹൈപ്പിടാനുണ്ട് കേട്ടോ. കാരണം ഫ്രണ്ട്സിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ വ്ളോഗ് ഫസ്റ്റ് മുതൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഒരു ട്രാവൽ വ്ളോഗിലൂടെയാണ്. കൊല്ലങ്കോട്, പാലക്കാട്. അപ്പോൾ അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് അവരെൻ്റെ കൊളീഗ്സ് ആയിരുന്നു. ഇപ്പം നമ്മൾ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതിൽ 2 ആൾക്കാരെ വീട് നിലമ്പൂരാണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യണം അവിടം വരെ പോകണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ശുഭമുഹൂർത്തം ഇന്നാണ്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാണ്. കുറച്ച് ലേറ്റാണ്. ഞാൻ പോണ വഴിക്ക് ബാക്കി പറയാം കേട്ടോ. നാലേ മുക്കാലിന് 4 മണിക്ക് എണീക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചേ. പക്ഷെ ഒരു 3:45 ഞാൻ തന്നെ അറിഞ്ഞു. നമ്മളിങ്ങനെ പിറ്റേ ദിവസം അങ്ങോട്ടെങ്കിലും പോവാനുണ്ടെങ്കിലുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ അങ്ങനെ എണീക്കല്ലോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ 3:45 എണീറ്റപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു 4 മണിക്ക് അലാം അടിയുമ്പോൾ ഞാൻ എന്തായാലും അറിയില്ല എന്നുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. 4:45 ഞാൻ പെട്ടെന്ന് കണ്ണുറന്ന് ചാടി എണീറ്റ് റെഡി. 5:30 ഷാർപ്പിന് ഇറങ്ങണമായിരുന്നു. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ. പക്ഷെ 5:30 ഇറങ്ങിയിട്ട് നല്ല സമാധാനത്തോട് കൂടിയിട്ട് ഒരു ഇൻട്രോ എടുക്കണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ഇപ്പം അതിന് സമയമില്ല. ഞങ്ങള് 4 പേരല്ല, ശരിക്ക് ആ ഒരു ഓഫീസിൽ ഇതിലേക്ക് ഇനിയും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ പലർക്കും ലേഡീസിന് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വിടാത്ത പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ അല്ല. എല്ലാവരുടെ അടുത്തും നമ്മൾ ചോദിച്ചു. തൽക്കാലം ഇപ്പം ഞങ്ങള് 4 പേരാണ്. അതിൽ ഞാനും നുഹുമാന് പഠനമില്ല, എൻ്റെ വീടിനൊക്കെ അടുത്തായിട്ട് വരും കൊടുവള്ളി. അപ്പം അവനും ഞാനും കൂടെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. ജിബിനും ആഷിമും അവർ 2 പേരും നിലമ്പൂരാണ്. ഒരാൾ മമ്പാട്, ഒരാൾ പോത്തുകല്ലോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത്. അപ്പോ അന്ന് ഈ ഒരു വീഡിയോ എടുത്ത് തുടങ്ങുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. ഞാൻ കാർ എടുക്കുന്നു, പോണു, ഫസ്റ്റ് നുഹ്മാൻ കയറുന്നു. ഇന്നിപ്പോ ഫസ്റ്റ് നുഹ്മാനാണ് കയറുന്നത്. അവന് 5:30 ആകുമ്പം മെഡിക്കൽ കോളേജ് എത്തും. എനിക്ക് വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവാണ് മെഡിക്കൽ കോളേജിലേക്കുള്ളൂ. അപ്പൊ നമ്മൾ ഷാർപ്പ് 6 മണിയാകുമ്പം അവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താണ്, നമ്മള് ലാസ്റ്റ് ടൈം കണ്ടത് എനിക്ക് തോന്നുന്നു ആ ഒരു കൊല്ലങ്ങോട് പോയിട്ടുള്ള ആ ഒരു ടൈമിൽ തന്നെയായിരിക്കും നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഒന്ന് ഗ്യാദർ ചെയ്തെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഓരോരുത്തരായിട്ട് അങ്ങനെ ഇറങ്ങി എല്ലാവരും പല പല വഴിക്കായി. എന്നിട്ട് നമ്മള് ഒരു മൂന്നാളങ്ങനെ ഒരാളൊഴിഞ്ഞ് ഒരാളുള്ളപ്പോ വേറൊരാളുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഒരു ഒത്തുകൂടല് അതിനുശേഷം ഇന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നെസ്ലാൻഡ് എൻഗേജ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായി. അന്നും ഒരാൾ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ രാത്രി പോണം, ജിബിനുവിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണം. അപ്പൊ കുറച്ചധികം സമയം കിട്ടും നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ അവിടെ നിന്ന് പോണെങ്കിൽ പോവാ എന്നുള്ളൊക്കെ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഒത്തുകൂടലല്ല, അവരുടെ വീട്ടിലേക്ക് പോണമെന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5-8 മാസമൊക്കെ ആയിട്ട് പ്ലാൻ ഉണ്ടാവും. പക്ഷെ ഇന്ന് പോണം എന്നുള്ളത് പെട്ടെന്നുള്ളൊരു തീരുമാനമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് അങ്ങ് പ്ലാൻ ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. സംസാരിച്ചോണ്ടിരുന്ന നമ്മൾ കുറെ സംസാരിക്കും. അപ്പോൾ തൽക്കാലം ഞാൻ പോസ് ഇടാം. നേരെ നുഹുവിന്റെ അടുത്ത് എത്തിയിട്ട് നമുക്ക് കാണാം. തൊണ്ടയാട് എത്തിട്ടോ. വിചാരിച്ചത്ര ലേറ്റ് ഒന്നല്ല, 5:50 ആയിട്ടുള്ളൂ. ഓ സിഗ്നൽ. ഞാനപ്പോൾ മെഡിക്കൽ കോളേജ് എത്തി. നുഹുപ്പ് വരും, ഒരു 10 മിനിറ്റ് ബസ്സിലാണ് അവൻ വരുന്നത്. ആ വഴിയില്ലേ, അതിലാണ് കേട്ടോ മോൻ്റെ സ്കൂളിലേക്ക് പോവുക. ദേവഗിരി CMI പബ്ലിക് സ്കൂൾ. രാവിലെ ഓണായി വരുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഉണ്ട്, വണ്ടികളൊക്കെ ഉണ്ട്.
രാവിലെ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ? ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ ഇങ്ങനെ സുഖമായിട്ട് പോവാം. ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ ജിബിനുവിൻ്റെ വീട്ടിലേക്ക്. ഇപ്പൊ മെഡിക്കൽ കോളേജ് വന്ന് നോക്കുമ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ. മിക്കവാറും ജിബിനുവിന്റെ കണി ഞങ്ങളായിരിക്കും. ദാണ്ട് വരുന്നു. ഞാൻ നിന്നോട് ചോദിക്കാൻ വരുമായിരുന്നു, നീ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതല്ല, ഷോർട്സ് അല്ലടാ, വ്ളോഗ്, വലിയ വ്ളോഗ്. അതാണ് എക്സ്പെക്ട് ചെയ്തത്. ഓക്കെ, ചലോ. 47 മിനിറ്റേ ഉള്ളൂ. നമ്മൾ റൂട്ട് മാറിയോടാ. ഇല്ലല്ല, ഇത് നേരത്തെ പോയ മാവൂരുടെ Head towards Sharafuddin Jumma Masjid Way. Continue on Gudalur, Nilumbur, Kozhikode Road for 12 kilometers. എടാ നോക്കടാ, സൂപ്പർ സൺസെറ്റോ. എന്താ കിളി, ഒരു ഗോൾഡൻ അടിപൊളി. ചായ കുടിച്ചിറങ്ങി കേട്ടോ. ഈ ഹോട്ടലിനാണ് കഴിച്ചേ. ഏകദേശം മമ്പാടെത്തിയും തോന്നുന്നു ജിബിനുവിന്റെ വീട്ടില്. ഞങ്ങൾ വിചാരിച്ചതിലും വളരെ നേരത്തെയാണ്. 7-7:30 എന്തോ ആയിട്ടേ ഉള്ളൂ. എന്തായാലും പോയി നോക്കട്ടെ. നീ അന്ന് കാണിച്ചൊരു വീടിന്റെ ഏകദേശം ഇത് കിട്ടി. ഏതാ വീട്? ഇതല്ല, ഇതാണോ? ഞങ്ങള് മറ്റേ പൂവുകളുള്ള വീടിന് മുമ്പിൽ. ലെഫ്റ്റാ? ഓ, നീ കാണണ്ടോ? നേരെ 2 ഭാഗത്തും ഗേറ്റാടാ. ഇതാണോ? ഒരെണ്ണം പഴുത്തതുണ്ടടാ അതിന്റെ മേലെ. രണ്ടെണ്ണം. ഇത് രണ്ടും ഞാൻ എടുത്തു. 3 എണ്ണം ഉണ്ട്. ഇതാ 4 എണ്ണം. ഞങ്ങൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ജിബിനുവിൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. നാടുകാണി ചുരത്തിൽ പോകണമെന്നുണ്ട്. നോക്കട്ടെ, വെയിലുമാണ്. പക്ഷെ വീട്ടിൽ തന്നെ ഇതൊരു കാര്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ബ്രൗണി ഉണ്ടാക്കിയില്ലേ, അപ്പം ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം അതെടുത്തിട്ട് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാം. നിങ്ങൾ ഷോപ്പിൽ ബ്രൗണി ഉണ്ടാക്കിയില്ലായിരുന്നോ? ഇല്ല, ഇവൻ പറഞ്ഞ ബ്രൗണി ചെയ്യണ്ടെന്ന്. ഞങ്ങളപ്പുറത്തെ മൈസൂരും ബാംഗ്ലൂരൊക്കെ റൂട്ടാ. ഡീസന്റ് ആയതാ? മതി മതി. നുഹു പറയൂ, എവിടെ പോ? പറ. I would like to go somewhere under the earth.
ഓക്കെ അല്ലേ? ഇതൊക്കെ നാളെ വീഡിയോ വരുന്നുള്ളതാണ് പ്രശ്നം. ആശുംപടി പറ എവിടെ പോവും? എവിടെ പോകുന്നില്ലാണ്, അതാണ് പ്രശ്നം. ജിബിനുവിനെ നാട് കാണി പോണം. ജിബിനോ ഞാൻ എങ്ങോട്ടും ഒരാണെങ്കിൽ ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ നടക്കുള്ളൂ. എന്ത് ചെയ്യും? നാട് കാണി വിട്ടാലോ? ആഗ്രഹല്ലേ സാധിച്ചു കൊടുക്കാം. 1.5 മണിക്കൂർ ഇങ്ങോട്ടും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ 1 മണിക്കൂർ. 1.5 മണിക്കൂറില്ല, 50 മിനിറ്റ് കാണിക്കണേ. അവിടെ എന്താ ചൊരാണോ? ചൊര നമ്മള് മുകളിൽ പോവും. എന്നാ പോവാ. പ്രതിമാളുണ്ട് ബാക്കില്. എന്താ ഈ സ്ഥലത്തിന്റെ പേര്? ഹട്ടിയോ? ഹട്ടിയോ അങ്ങനെ പറയാം. ഹട്ടോ അങ്ങനെ അതെനിക്കറിയില്ല. തമിഴ് ഭാഷകളിൽ എന്തെങ്കിലും ഒരു അപ്പുറത്തൊക്കെ ഉണ്ട്. നമ്മള് റൈറ്റ് തിരിഞ്ഞില്ല ആ ചെക്ക് പോസ്റ്റിന്റെ അവിടുന്ന് റൈറ്റില് കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതേപോലെ തന്നെ അവിടെ നല്ല സ്ഥലം, കുഴപ്പമില്ലാത്ത നല്ല അമ്പലങ്ങളും. ചോല ഉണ്ടടാ മരത്തിന്റെ ഇരിക്കേണ്ടി വരും. മൂന്ന് മണിക്ക് എത്താൻ സമയമില്ലടാ. ഭയങ്കര ഭംഗിടാ. ഒരു അമ്പലം വേറെ തന്നെ ഒരു വൈബാലേ. തമിഴ്നാട് അമ്പലം അല്ല, അതല്ലടാ ദൈവം. ഇത് 9 ഇതുള്ള അറിയില്ല, പേരറിയില്ല. ഇല്ലടാ, അല്ല ആ ദൈവത്തിന് എന്തോ ഒരു പേരുണ്ടടാ, പക്ഷെ എനിക്കറിയില്ല അതിനെ കുറിച്ച്. നല്ല കേക്കാൻ മതി അവൻ കണ്ടാല്. അത് കൊറേ മുന്നേ പോയതല്ലേ. അല്ല എന്നാലും കേറാനുണ്ടായിരുന്നു. നിങ്ങളങ്ങനെ എന്താ സ്ഥലത്തിന്റെ പേര്? ഹട്ടി. ഹട്ടിയില് മല കാർ ഉരുണ്ട് പോവും താഴെ. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടാണ്. അടിപൊളി വൈബ്. പക്ഷെ തണുപ്പുണ്ടടാ അവിടെ. നുഹു ഇഷ്ടായോ അത് സ്ഥലം? എന്താ വൈബ്? നീ പറഞ്ഞ വൈബാണോ? ഞാൻ പറഞ്ഞ വൈബല്ല, വേറെ വൈബാണ്. അത് നീ പറഞ്ഞ വൈബ് ഏതായിരുന്നു? ഞാൻ പറഞ്ഞ വൈബ് എന്തായിരുന്നടാ? പീസ്ഫുൾ. ഇത് പീസ്ഫുൾ ആണല്ലോ. കുറച്ചുകൂടെ സമാധാനം വേണം. ഓക്കെ, ഞാനിട്ട് വിട്ടല്ലോ. കുറെ വയസ്സായിട്ട് എടുത്ത് കാണാനുള്ളതാ ഓർമ്മകൾ. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിലുള്ള നെൽസൺ പറയുന്ന പോലെ എന്റെ ഹോമില് ഒരുപാട് പേര് എന്റെ കമന്റ് എല്ലാരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആകെ നിനക്ക് എത്ര അതാരോ ചോദിച്ചത്. ചിക്കലി ഇങ്ങനെ അങ്ങോട്ട് ചാടാനൊക്കെ തോന്നുന്നു, പക്ഷെ ചാടി കഴിഞ്ഞ പണി കിട്ടും. കാല് പൊട്ടി ഞാൻ കൊണ്ടുവരാം മോനെ. കാല് പൊട്ടിക്കാനല്ലോ കൂടെ വന്നേ. എന്തടാ ആശുംപടി
പറ നിന്റെ നാടിനെ കുറിച്ച് നീ വിവരിച്ചു. നാടിനെ കുറിച്ച് എനിക്ക് പറയാനില്ല, കാരണം നിങ്ങളാണ് ഇങ്ങോട്ട് വന്നത്, അപ്പൊ നിങ്ങളാണ് സംസാരിക്കുന്നത്. അല്ല ഇതിന്റെ ഒരു ചരിത്രമൊക്കെ പറഞ്ഞോ. ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കറക്റ്റ് ആയിട്ട് അറിയില്ല, കാരണം കേരള ബോർഡറിൽ നിന്ന് കുറച്ച് അകലെയായി മാറിയിട്ടുള്ള ഒരു ഹട്ടി എന്ന സ്ഥലത്താണ് നമ്മളിപ്പോ സ്ഥിതി ചെയ്യുന്നത്. ഈ തേയിലകളും അതുപോലെ ഈ കൊച്ചു കൊച്ചു വീടുകളും മാത്രമേ ഇവിടെ കാണാനുള്ളൂ. അപ്പോ നിങ്ങൾ ഇത് കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങാനാണ് എനിക്കറിയാം. എന്തുകൊണ്ടാണ് ഇവിടെ ആളുകൾ എത്തിപ്പെടാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ പ്രദേശവാസികൾ കണ്ട് കണ്ട് മടുത്തൊരു സ്ഥലമാണ്. അത് ഒന്നാമത് അതാണ് കാരണം. കാരണം സൺഡേ ആയിട്ട് പോലും ഇവിടെ ആളുകൾ അധികം കാണുന്നില്ലല്ലോ. അതെ, അപ്പോ നമുക്ക് ഇതൊക്കെ നോർമലൈസ് ചെയ്യാവുന്ന തിങ്സ് ആണ്. എടാ അതെന്തോ ഇന്റർവ്യൂ എടുക്കണ പോലെ അതാ ഒരുത്തൻ അതാ അവിടെ കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി വീഡിയോ എടുക്കണം. അതിലൂടെ അവിടെ ഏതാ എത്ര മാക്സിമം പോകുള്ളൂ. അവിടെ ദൂരെ ഒരു എന്താടാ അത് എന്തായിരുന്നടാ അമ്പലല്ല അമ്മേലല്ല വ്യൂ പോയിന്റ്. പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഒരു തമിഴ്നാട് വൈബുള്ള ഒരു അമ്പലം. പോന്നാ ഞങ്ങളൊരു മരത്തിന്റെ ചുവടെയാണ് ഇപ്പൊ നിക്കുന്നത്. അടിപൊളിയാണ്. ചെറിയൊരു ഏരിയ അല്ലേ, പൈൻ ഫോറസ്റ്റ്. കുറച്ച് താഴോട്ട് നേരത്തെ വീഡിയോ എടുത്തതേ മുഖം ക്രോപ്പായി പോയി. അതായത് പറഞ്ഞു വന്നത്, ഞങ്ങള് അവിടെ ഹട്ടിയിൽ പോയി, നേരത്തെ കണ്ടില്ലേ ഇങ്ങനെ തേയിലത്തോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉള്ള ചെറിയൊരു സെറ്റപ്പ്, കുറച്ച് പൈൻ ഫോറസ്റ്റ് മാത്രം. അപ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനെ കയറി പോയാൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരു കുന്നുപോലെയാണെന്ന് തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ചൂട് നല്ല പൊട്ടവയില്ല, പക്ഷേ ചൂട് അറിയണില്ല. നല്ല തണുത്ത കാറ്റും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. ഇതാണ് ആ കുന്ന്. അതിലെ വഴികളൊക്കെ ഉണ്ട്. പിന്നെ എന്താണ് നല്ല രസം. അധികം ആൾക്കാരൊന്നും എത്തിപ്പെടുന്ന ഒരു ഏരിയ എല്ലാം തോന്നും. താഴെ കുറച്ച് വീടുകളുണ്ട്, അത്രയേ ഉള്ളൂ. കാറ്റാണ് ഇവിടുത്തെ മെയിനും തോന്നും. നല്ല അടിപൊളി തണുത്ത കാറ്റ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അടുത്ത എങ്ങോട്ടാ എടാ ലീഡർ? നമ്മളെ ടൂർ കോർഡിനേറ്റർ ആശിമ്പടി. ഓട്ടോയിലാണോ പോണേ? ഓട്ടോ അല്ല, കാര്യമായിട്ട് എന്താ ഇനി എങ്ങോട്ടാ? കളി എന്നെ ഞാനിട്ടതെല്ലാം എങ്ങോട്ടാണെന്ന് അറിയില്ല, പക്ഷെ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. എങ്ങോട്ടാന്ന് പറ. വീട്ടിൽ പോയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ച നല്ല അടിപൊളി എന്താടാ മന്തിയാണോ? കളി എന്നെ. അപ്പൊ എന്നാ വീട്ടിലെത്തിയിട്ട് ബാക്കി. ഊട്ടി ക്യാരറ്റ്. ഇതെന്ത് ക്യാരറ്റാ? ഗൂഡല്ലൂർ ക്യാരറ്റ്. ഇവിടെ എവിടെ നോക്കിയാലും പോലീസുകാരുണ്ട് അല്ലേ? പൊതിഞ്ഞോളൂ. പോന്നോ? അല്ല മധുരാണോ കറുമുറാണോ? ഊട്ടി വർക്കി ഇത് വേറെയാണല്ലോ അല്ലേ? ഇഷ്ടാവോ കറുമുറാണെന്നുണ്ടെങ്കിൽ? കഴിക്കാൻ മുട്ട വേണോ? ഹെൽത്തി വേണ്ട? 12 ഗ്രാം പ്രോട്ടീൻ കയറ്റിക്കോ. മുട്ടയും പാല് വെച്ച് ചൂടുള്ള എന്താ മുളക് ബജി. മുളക് ബജി. ചായ വേണ്ടടാ, എനിക്ക് മുട്ട മാത്രം മതി. ലൈമ് മതി. അവിടെ ലൈം അടിക്കും.
ചേച്ചിനകത്ത് ഊർക്കോ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയണം. ഇങ്ങനെ കഴിക്കേ ഞങ്ങൾ പോണ വഴിക്കൊന്ന് ചായ കുടിക്കാൻ കയറിയതാണേ. കീഴ് നാടുകാണി സ്ഥലം. ഇവിടെ എന്താ സജു ടീ സ്പൈസസ്, നല്ല അടിപൊളി മുളക് ബജി, വട, ചമ്മന്തി ചേച്ചിയുടെ ലൈവാക്കി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ബാക്കിൽ തന്നെയാണോ ചേച്ചി വീട്? ഇവിടെയാണോ വീട്? ബാക്ക് സൈഡില. അടിപൊളിയാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറിയിട്ട്. സൂപ്പർ ടേസ്റ്റ്, ക്രിസ്പി, അടിപൊളി. വാങ്ങണ്ടോ നീ? കുഴന്തിക്ക പാൽക്കോവ. എനിക്ക് ഒരു കൊളന്ത ഇരിക്ക്. മേലെ ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മള് ഫോറസ്റ്റ് അതേപോലെ മറ്റേ എന്താണ് തേയില തോട്ടത്തിലൊക്കെ പോയില്ലേ. താഴോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ചൂടാണ്. ചായയൊക്കെ കുടിച്ചു. ഇനി നേരെ ജീവന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു 6 മണിക്കാകുമ്പോൾ നമ്മൾ ഇറങ്ങി. അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. തിരിച്ചെത്തി. ഫുഡ് കഴിക്കട്ടെ. അത് അടിപൊളി മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും നല്ല വിശന്ന് പറഞ്ഞു പോയിട്ട്. മമ്മി സ്പെഷ്യൽ, മമ്മി സ്പെഷ്യൽ. അത് വാഴയാ കിട്ടിയേക്കണേ. അപ്പത്തുണ്ട് 2 കൂടെ. നീ പിടിച്ചത് പഴുത്തിട്ടുണ്ട്. ബഡിക്ക് വേണ്ടേ ഹാഷ്? നന്ദികൾ. കർമ്മൂസൊക്കെ പാക്കാക്കി ഞങ്ങള് പോവാണ്. എന്നല്ല ഇനി അടുത്ത തവണ കാണാം. ഞങ്ങൾ വരാം. അപ്പൊ ബൈ കാണേണ്ടി വരില്ലേ? ബൈ. യെസ്. ഓ ബൈ. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടിയെല്ലാം തീർന്നു. ഞാനിപ്പം ആഷിമിനെ നുഹ്മാനെയൊക്കെ കൊടുവള്ളി ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആഷിമിന് ഇനിയിപ്പോൾ പോകാനുള്ളത് ബാംഗ്ലൂരേക്കാണ് കേട്ടോ. അപ്പോൾ അവ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോഴാണ് എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഗ്യാതറിംഗ് ഒക്കെ പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. കുറേ സമയം ഇരുന്ന് സംസാരിച്ചു. പിന്നെ ജിബിനുവിൻ്റെ അമ്മ നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി തന്നു. നമ്മളെല്ലാം ഹോംലി ഫുഡ് കഴിച്ചു. രാവിലെ മാത്രമാണ് ഇത് നമ്മൾ അത്ര വിശന്നുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചത്. പക്ഷേ അതും വേണ്ടിയില്ലായിരുന്നു. കാരണം നമ്മൾ നേരത്തെ തന്നെ എത്തി. പിന്നെ എന്തായാലും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമെന്ന് അറിയായിരുന്നു. പക്ഷെ അത്ര നേരത്തെ എത്തും എന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കഴിച്ചു. അപ്പം കുറേ കഴിച്ചു. വയറ് ഫുള്ളായി. ഇന്നിപ്പോൾ ഡയറ്റും കാര്യങ്ങളൊന്നും നടന്നില്ല. പക്ഷെ കുഴപ്പമില്ല, വല്ലപ്പോഴല്ലേ. ആഴ്ചയിലൊരു ചീറ്റ് ഡേ വേണം എന്നാണ്
പ്രശസ്തരായിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പം തൽക്കാലം അങ്ങനെ കരുതാം. പിന്നെ എന്താണ്, അപ്പോൾ അത്രയ്ക്കാണ്. എല്ലാവരും ആയിട്ട് ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു രസമാണ്. നമ്മൾ ഡെയിലി ഒരു ജോബ്, വീട്ടിലെ കാര്യം, അങ്ങനെ ഇതന്നെ ഒരു എന്താണ് ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ആണ്. ഞാനെപ്പോഴും ഇങ്ങനെ നല്ല നല്ല ബന്ധങ്ങൾ ഞാനെപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അത് വാല്യൂ ചെയ്യാറുണ്ട്. അങ്ങോട്ട് മെസ്സേജ് അയക്കും, തിരിച്ചിങ്ങോട്ട് മെസ്സേജ് അയക്കും, കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കും. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ്. അപ്പോൾ അത്രയ്ക്കാണ്. ഇനി എന്നാണ് ഇനി ഇതേപോലെ ഒത്തുകൂടാന്നുള്ള അറിയില്ല. ചിലപ്പം ഇനിയും ഒരു 5-8 മാസമൊക്കെ എടുത്തിട്ടായിരിക്കും എല്ലാവരും ഒരുമിച്ചുണ്ടാവുക. പക്ഷെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അടിപൊളി ബോണ്ടില് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ തൽക്കാലം ഞാനിതിവിടെ എൻഡ് ആക്കാണ്. ഇനി അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. ഇതിലിപ്പോൾ എങ്ങനെയാ ബായ് പറയണ്ടെന്നൊരു ഐഡിയ അല്ല കേട്ടോ. അപ്പം ഞാനങ്ങനെ ജസ്റ്റ് കട്ടാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.